ഹലോ ഗൈസ്, അപ്പൊ നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. അതെന്താണെന്ന് നിങ്ങൾ ഗസ് ചെയ്തോ? കുറെ നാളുകൾക്ക് ശേഷം നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ കണ്ടിട്ടല്ലേ വന്നതാണ്, അപ്പോൾ നിങ്ങൾക്ക് അറിയണം. സോ അതിലാണെങ്കിൽ ഹൂ നോസ് ബെറ്റർ, ഹൂ നോസ് ബെറ്റർ. സോ പക്ഷെ എനിക്ക് ഇത് തുടങ്ങണതിന് മുമ്പ് അറിയാം ആരാ ജയിക്കാന്ന്. അതെനിക്കറിയാം. നീ പറയണ ഒന്നും ഇതില് കിട്ടില്ല, മേക്കില്ലാത്തോണ്ട്. അപ്പോ നീ പറയ, നീ എന്താ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രിപ്പയർ എങ്ങനെ ചെയ്തെന്ന്? ഞാൻ ഓവറോൾ 20-something ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ചോദിക്കും, ആരാ ആദ്യം ഹാൻഡ് റേസ് ചെയ്യണം അവർക്ക് ആദ്യം ആൻസർ ചെയ്യാം. അവർ ആൻസർ ചെയ്ത് തെറ്റായിട്ടില്ലാണെങ്കിൽ മറ്റേ ആൾക്ക് നോട്ടിഫിക്കേഷൻ. ഹലോ, പിന്നെ വിളിക്ക്, ഞാൻ ഭയങ്കര തിരക്കില്ല. ഇപ്പൊ ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, അപ്പൊ ഞാൻ പറയാം എന്റെ പേരെന്താ. ഇപ്പൊ ആരാ ആദ്യം ഹാൻഡ് റേസ് ചെയ്യണേ? അതല്ല, കാരണം സ്പീഡ് നോക്കുന്നുണ്ട് ഞാൻ. ആർക്ക് ആദ്യം പെട്ടെന്ന് ആൻസർ വന്നിട്ട് പെട്ടെന്ന് പറയാൻ പറ്റുന്നേ. ഓക്കെ, പക്ഷെ അമ്മ തെറ്റായിട്ട് പറയണേന്ന് വെച്ചാ അത് നെക്സ്റ്റ് ഹാൻഡ് റേസ് ചെയ്ത ആൾക്കാർക്ക് പോകും. സോ അങ്ങനെ. സോ ആർക്കാ കൂടുതൽ പോയിന്റ്സ് കിട്ടണേ അവർ പറയണേ ഞാൻ ഒരു ദിവസം ഫുൾ ആൻസർ ചെയ്യും. സോ അവന്റെ ഭഗവാനെ, അമ്മയാണ് ഈ 24 hours പഠിക്കുക, അതായിരിക്കും മിക്കവാറും. കിത്തുവാണെങ്കിൽ എനിക്ക് കുറച്ച് പേടിയാ. എനിവേസ് നിൽക്കാൻ പറയാവള്, അതൊക്കെ അവളുടെ ഉടുപ്പിട്ട് നടക്കാൻ പറയും. സോ വീഡിയോയിലേക്ക് പോവാം. 15th ബർത്ത്ഡേ ആയതുകൊണ്ടാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യണേ. ഇത് വെറുതെ ബോറടിക്കുന്നുണ്ട്, പഠിക്കാനും വേണ്ട. സോ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, വാട്ട് ഈസ് നിത്യാസ് ബിഗ്ഗസ്റ്റ് പെറ്റ് പീവ്? നല്ല ചോദ്യം. അടുത്ത ചോദ്യം. പെറ്റ് പീവ് എന്താന്ന് വെച്ചാ, ഇപ്പൊ ഒരാളൊരു തിങ് ചെയ്യാ, അതെനിക്ക് എനിക്ക് വയ്യ, ഐ കാൻ സ്റ്റാൻഡ്, ഒരു ഹാബിറ്റ്. മനസ്സിലായി? പെറ്റ് പീവ് പറഞ്ഞ എന്താ മനസ്സിലായോ? ഇപ്പോ പെറ്റ് പീവ് പറഞ്ഞാൽ അമ്മോട് ഒരു കാര്യം ഞാൻ ചെയ്യാം. എക്സാമ്പിൾ, അമ്മനെ ഇപ്പൊ മുടി ഇങ്ങനെ തട്ടാ, ഒരു അനോയിങ് ഹാബിറ്റ് ബാക്കിയുള്ളവരുടെ. ബാക്കിയുള്ളവർ ചെയ്യുമ്പോ ഇഷ്ടമില്ലാത്തത് ജീവിതത്തിൽ ആദ്യമായിട്ട് കിട്ടുകൊണ്ട് എന്താ? സോ ഐ തിങ്ക് ചേച്ചിയുടെ പെറ്റ് പീവ് ഡ്രൈ ടെക്സ്റ്റിങ്. ആരും ടെക്സ്റ്റ് ചെയ്യുമ്പോ ഒരു ഹായ് എന്താ വിശേഷം എന്ന് പറഞ്ഞ നോർത്തും പറഞ്ഞ ഡ്രൈ ടെക്സ്റ്റിങ് ഞാന് ആവശ്യമില്ലാണ്ട് ഉമ്മ വയ്ക്കണതാണ് അവൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യം. ഓക്കെ, രണ്ടുപേരും ഡെഫിനൈറ്റ് ആൻസർ തന്നില്ല. കാരണം എൻ്റെ ആക്ച്വൽ ആൻസർ ലീവിങ് മീ ഓൺ സീൻ. ഓക്കെ, ഒരു എൻ്റെ മെസ്സേജ് കണ്ടിട്ട് അത് കണ്ടു പക്ഷെ റിപ്ലൈ കൊടുക്കില്ല. അതാണ് എൻ്റെ പെറ്റ് പീവ്. ഓക്കെ, സോ കിത്തുന് ഹാഫ് മാർക്ക് കൊടുക്കാം. കിത്തുന് ഹാഫ് മാർക്ക്, അമ്മയ്ക്ക് സാരല്ല. സാരി. സോ അവൾക്ക് തന്നെ കൊടുത്തോ, അവളെ ക്വസ്റ്റ്യൻ ചോദിക്കും. തേടി വന്ന മൂച്ച് തള്ളേ. എന്നെ തള്ളേന്ന് വിളിക്കണം. തള്ളയായിട്ടില്ല. ക്വസ്റ്റ്യൻ കൊടുക്ക്, മൈക്ക് കൊടുക്ക്. പോയിന്റ് ഇടാ. സോ ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, എൻ്റെ ആദ്യത്തെ ഇൻസ്റ്റാഗ്രാം യൂസർ ID എന്തായിരുന്നു? ഇറ്റ്സ് മീ ബ്രോ അല്ലേ? എടി, അതിനു മുമ്പ് നീ ഇൻസ്റ്റാ ID എടുത്തിട്ടുണ്ടായിരുന്ന? ഡെഫിനൈറ്റ് ആൻസർ വേണ്ട. ഡെഫിനറ്റ് ആൻസർ അതല്ല ഫുൾ ID. 24 അല്ല, 24 ആയിരുന്നു. യാ, ഇറ്റ്സ് മീ ബ്രോ. 24. ഇറ്റ്സ് മീ ബ്രോ. ഇതെന്താ ആർക്കും അറിയാത്ത? ഇറ്റ്സ് മീ ബ്രോ 24. രണ്ട് 24 ആ. ഞാൻ പക്ഷെ ഹാഫ് മാർക്ക്. ഓക്കെ, 1 point കിട്ടു, ഹാഫ് മാർക്ക് അമ്മ. കാരണം ഡെഫിനൈറ്റ് അവൾക്കൊന്നും അവള് പറഞ്ഞിട്ടൊന്നുമില്ല. അവള് പറഞ്ഞു. അപ്പോ എനിക്കിപ്പോ 1, അമ്മക്ക് ഹാഫ്. കാരണം ഞാൻ കള്ളത്തരം കണ്ടുപിടിച്ചിട്ട്
അപ്പൊ അത് സ്റ്റോറി എന്തറിയോ, ആക്ച്വലി ഞാനും അമ്മയും ചേച്ചിയും അച്ഛനും നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. എൻ്റെ പെട്ടെന്ന് ഞങ്ങളുടെ ചേച്ചി അമ്മനെ വിളിച്ചിട്ട് പറയായിരുന്നു, ഞാൻ അറിയാണ്ട് ഇൻസ്റ്റാഗ്രാം കള്ളത്തരത്തില് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ അത് ആക്ച്വലി എനിക്ക് അറിയായിരുന്നു അമ്മ എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിക്കുന്നു. സോ അങ്ങനെ തന്നെ ഞാൻ അങ്ങോട്ട് തന്നെ പോയി പറഞ്ഞേ. അതിന് വെയിറ്റ് എന്താ വെച്ചാ അതിനെന്താ വെച്ചെന്ന് വെച്ചാ ഇറ്റ്സ് മീ ബ്രോ എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല എവിടുന്നാ കിട്ടിയത്. ആദ്യം എന്ത് പറഞ്ഞെന്ന് വെച്ചാ ഇറ്റ്സ് മീ ബ്രോ, ഞാനാണ് ഞാൻ. സോ ലൈക്ക് എന്റെ ഫ്രണ്ട്സിന് ഞാനെന്ന് പറയാൻ വേണ്ടി ഇറ്റ്സ് മീ ബ്രോ. 2424 24 ഒരു റോൾ നമ്പർ ആയിരുന്നു മുമ്പത്തെ സ്കൂളിൽ. എനിക്ക് മനസ്സിലായത് കാരണം ഞാൻ അന്ന് അവളുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരിയാണല്ലോ നീ അറിയാത്തൊരു കാര്യം ഉണ്ടാ. അമ്മ ഇൻസ്റ്റഗ്രാമിൽ യൂസ് ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ കണ്ടായിരുന്നു ചേച്ചിയുടെ ഫ്രണ്ട്സ് അമ്മയുടെ ഫ്രണ്ട്സാ. അപ്പോ അതില് ലൈക്ക് എന്തായിരുന്നു ഫ്രണ്ട് റിക്വസ്റ്റ് അല്ല, ലൈക്ക് സജഷൻസ് ആയിട്ട് വരും. അപ്പൊ ഞാൻ ഒരു ദിവസം പോയിക്കൊണ്ടിരിക്കുമ്പോ ചേച്ചിയുടെ കണ്ടു. അപ്പൊ എനിക്കറിയാം ചേച്ചിയുടെ കള്ളത്തരം. പടച്ചന്റെ ഓരോ കളികളെ. അപ്പൊ ഞാന് ഇപ്പൊ അമ്മ പെട്ടെന്ന് പറയാ, നിന്റെ ചേച്ചിയാണത്. ഫേക്ക് ഐഡിയസും കൂടി ഉണ്ട്. നോട്ട് ദി പോയിന്റ്. എന്നെ ചെയ്തു. അപ്പൊ അറിയണ എന്നെ ചെയ്തു പറഞ്ഞാൽ ഞാൻ പേടിച്ചിട്ട് അപ്പൊ തന്നെ ആ സെയിം രാത്രി പോയി ഞാൻ ചേച്ചിയോട് പറഞ്ഞു. എന്റെ ചേച്ചി അത് പേടിച്ചിട്ട് അന്ന് ഫുള്ള് ചോദിക്കാൻ ഞാൻ പ്രാർത്ഥിച്ചു തുടങ്ങണതാ ഇൻസ്റ്റാഗ്രാം ഇന്ത്യയിൽ ബാൻ ചെയ്യണേന്ന്. ഐ തിങ്ക് അത് തുടങ്ങാൻ പോവാ. അപ്പോഴേക്കും 16 years ആയാലോ, ഇപ്പൊ തന്നെ 15 ആയി. അപ്പൊ എനിക്ക് നിന്നെങ്കിലും രക്ഷിക്കാം. ഒരു ക്വസ്റ്റ്യൻ, ഓക്കെ. വാട്ട് ഈസ് നിത്യാസ് ഫോൺ ലോക്ക് സ്ക്രീൻ? എൻ്റെ എന്താ വാൾപേപ്പർ എന്താ ലൈക്ക് ടാബ്ലറ്റ്? അത് മിക്സ്ഡാ. ഇങ്ങനെ ഓരോ പ്രാവശ്യം തട്ടുമ്പോഴും ഓരോന്ന് വരിക. ഫസ്റ്റ് സ്കൂൾ ഫ്രണ്ട്സ് അല്ല ഫസ്റ്റ് അമ്മ ആദ്യം പറഞ്ഞ അമ്മയുടെ ആൻസർ ഫിനിഷ്. സ്കൂൾ ഫ്രണ്ട്സ് വിത്ത് റെഡ് യൂണിഫോം. ഇതുണ്ട്. അല്ല എനിക്ക് ഡൗട്ട് ഏത് ഫസ്റ്റ് തുറക്കുമ്പോഴോ അതോ തുറന്ന് കഴിഞ്ഞിട്ട് അൺലോക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അതോ അൺലോക്ക് ചെയ്യാനായിട്ട് മുമ്പുള്ളതാ? അല്ലെങ്കിൽ കിട്ടുന്ന പോയിന്റ് കിട്ടില്ല. അമ്മ ആദ്യം പറഞ്ഞ 1 point അമ്മ കിട്ടി. അല്ലേ 1 point അമ്മക്ക് കിട്ടി. കാരണം എൻ്റെ ആണെങ്കിൽ ലൈക്ക് എപ്പോഴും ഇതാ ഞാൻ വെക്കാറ്. ഇതാ ഞാൻ വെക്കാറ് എൻ്റെ സ്കൂൾ. അതെനിക്ക് ഓർമ്മയുണ്ട്. ഇതൊന്നും ഞാൻ ചേഞ്ച് ചെയ്യാറില്ല. ഇടയ്ക്ക് അങ്ങനെ ചെയ്യാറുണ്ടല്ലേ. അത് ഞാൻ മുമ്പാണെങ്കിൽ ലൈക്ക് എന്റെ ഫ്രണ്ട്സ് ആണെങ്കിൽ ഓരോ ഫ്രണ്ട്സ് ഒരാളും എന്റെ ഓപ്പൺ ചെയ്യുമ്പോ ഞാൻ എന്റെ വേറെ ഫ്രണ്ട് എന്റെ ഒരു ഹോൾ പിക്ചർ ഞാൻ ചോദിച്ചു ഇതെന്തത്. പക്ഷെ ഇത് ചേഞ്ച് ചെയ്ത് കിട്ടാൻ എനിക്കൊരു വഴി. പക്ഷെ ലൈക്ക് ഇത് ഞാൻ ചേഞ്ച് ചെയ്തിട്ട് കുറേ ഇത് ഞാൻ പെർമനന്റ് ആയിട്ട് വയ്ക്കാമെന്ന് വിചാരിച്ചു. സോ അടുത്ത ക്വസ്റ്റ്യന്, ഓക്കെ. സോ ഇത് ഹു വാസ് മൈ ഫസ്റ്റ് ക്രഷ്? അമ്മയ്ക്ക് അറിയുമെന്ന് തോന്നുന്നില്ല. പറയാ. അയ്യോ ഞാൻ പറഞ്ഞ എക്സ്പ്രസ് ചെയ്യാൻ താല്പര്യമില്ല എനിക്ക്. ശരി, ഫസ്റ്റ് ഇനീഷ്യലാ ലൈക്ക് സ്റ്റാർട്ടിങ് ചെക്കന്റെ പേരെന്ത്? ചെക്കനല്ല, ഒരു കുട്ടിയായിരുന്നു കേട്ടോ, ഒരു കുഞ്ഞു കുട്ടിയായിരുന്നു. ഏത് അവളെ കട്ടി ചെറുതാ? അല്ല വിയ അല്ല ചേച്ചി. നമുക്കറിയാത്തണ്ടാ. അല്ല കിത്തോന്ന് ഐ ഡോണ്ട് തിങ്ക് അവർക്കും ഓർമ്മ. അമ്മയ്ക്ക് അറിയാം. 3 എനിക്കറിയാം. ഞാൻ പറയട്ടെ. സോ ചേച്ചി പണ്ട് വേറെ സ്കൂളായിരുന്നു, എന്തായിരുന്നു പ്രൈമറി സ്കൂൾ. അപ്പൊ ചേച്ചി നല്ല കുഞ്ഞുകുട്ടിയായിരുന്നു. ലൈക്ക് എന്റെ അത്ര കൂടെ അല്ല, ലൈക്ക് അല്ല തേർഡ്. ഐ മീൻ ഞാൻ പറഞ്ഞത് എന്റെ ആദ്യത്തെ ക്രഷ് ഐ വാസ് ഇൻ ലൈക്ക് LKG or UKG. ലൈക്ക് എനിക്കറിയില്ല. എനിക്ക് LKG കുട്ടികൾ ഇത് കാണരുത്. അല്ല ഞാൻ LKG കുട്ടിയായിരുന്നു. അപ്പൊ എന്റെ LKG കുട്ടികൾ കാണരുത് ഉണ്ടാന്നാ ഞാൻ പറഞ്ഞത്. ഇനി അടുത്ത ക്വസ്റ്റ്യന്, ഹലോ നോക്കാൻ പാടില്ല. സോ ഓക്കെ. ഇത് ആക്ച്വലി മൾട്ടിപ്പിൾ ചോയ്സ് ആണ്.
ആരാ ആദ്യം കറക്റ്റ് ആയിട്ട് പറയാൻ അവർക്ക് പോയിന്റ്. വാട്ട് മേക്സ് മീ ഫീൽ ദ മോസ്റ്റ് ലവ്ഡ്? എങ്ങനെയാ, ഹൗ ഡു യു മേക്ക് മീ ഫീൽ ലവ്ഡ്? ക്യാരി ചെയ്താ വേറെ ഒന്നുണ്ട്. എന്റെ ലാംഗ്വേജിലാണെങ്കിലും ഞാൻ ടാബ് തന്ന ടൈം കൂടുതൽ തന്ന. അല്ല നോ നോ അത് ലൈക്ക് ക്ലൂ തരാം. ഇമോഷണലി വൈസ്, നോട്ട് മെറ്റീരിയലിസ്റ്റിക്. എന്താ? ഇമോഷണലിയാ? ശല്യം ചെയ്യണ്ടിരിക്കുക. അല്ല. ഉമ്മയ്ക്ക കൊഞ്ചിച്ച ലൈക്ക് വൈറ്റ് ലൈക്ക് എന്തേലൊക്കെ വാങ്ങിച്ചറാ. ആർക്കും കിട്ടില്ല. ആൻസർ എന്താണെന്നറിയോ? റിമെമ്പറിങ് സ്മോൾ തിങ്സ് അബൌട്ട് മീ. ദാറ്റ്സ് ഹൗ യു മേക്ക് മീ ഫീൽ ലൗഡ്. Disappointed in you guys. പിന്നെ ഞാൻ ഇത് ഓർക്കാറില്ല. നിനക്ക് ഇഷ്ടമുള്ളതാണ് ഞാൻ പല കാര്യങ്ങളും നിന്റെ ബർത്ത്ഡേക്ക് തന്നെ ചെയ്തത് ഓർത്ത് വെച്ചിട്ട്. അത് പറയണ്ടേ? പക്ഷെ എനിക്ക് ആ കാര്യം നിനക്ക് ഇതാണെന്ന് എനിക്കറിയില്ല. പണ്ട് എനിക്കൊരു മിഠായി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഐ റിമെമ്പർ സ്മോൾ തിങ്സ് അബൌട്ട് യു ബ്രോ. താങ്ക് യു ബ്രോ. ഓക്കെ, അടുത്തത്. അത് ആർക്കും പോയിന്റ് കിട്ടിയില്ല. വാട്ട്സ് മൈ ലവ് ലാംഗ്വേജ്? ഇത് ഇച്ചിരി റയറാ. മലയാളം. ലവ് ലാംഗ്വേജ് മലയാളം അല്ല, തെലുഗു ആക്ച്വലി. അല്ല അല്ല, ഇത് കയ്യാങ്യം കാണിച്ചിട്ടുള്ള ലാംഗ്വേജ് അല്ല. ലൈക്ക് ലവ് ലാംഗ്വേജ് പറഞ്ഞാൽ ഹൗ ഡു ഐ എക്സ്പ്രസ് മൈ ലവ് ലൈക്ക് മോസ്റ്റ് ഓഫ് ദ ടൈം. അറിഞ്ഞുണ്ട്, അത് ഞാൻ പോലും റിയലൈസ് ചെയ്ത് റീസെന്റ്. വേഗം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് മൈ ഫേവറേറ്റ് പ്ലേസ്? ഫേവറേറ്റ് പ്ലേസ്? ലൈക്ക് എങ്ങനെ? ഈ സോഫയിൽ ഇപ്പൊ ഇരിക്കണ ഈ സ്ഥലം. എനിക്ക് ഒരു ഫേവറേറ്റ് പ്ലേസ് ഉള്ളൂ. അതായത് ഇപ്പൊ ഇരിക്കണ സ്ഥലം. സബ്ജക്റ്റീവ്ലി എവിടെ? ലൈക്ക് ഇസ് ഇറ്റ് ലൈക്ക് ഒരു വീട്ടിൽ പോണ സ്ഥലമാണോ അതോ ലൈക്ക് ഒരു പുറത്ത് പോണ സ്ഥലമാണോ? ഞാൻ കൈപ്പൊക്കി. പറയൂ. ടെറസിന്റെ മുകളില്, ടാങ്കിന്റെ മുകളില്. കറക്റ്റ്. സോറി, എനിക്ക് സോഫിയ അല്ല. എനിക്ക് ലൈക്ക് എനിക്ക് ഒരേ അല്ല, അമ്മയുടെ ആണ് എക്സാക്ട് ഡെഫിനൈറ്റ് ആൻസർ. ലൈക്ക് അതാണ് എന്റെ ഫേവറേറ്റ് പ്ലേസ്. അവിടെ എനിക്ക് അമേരിക്ക, ന്യൂസിലാൻഡ് അതുപോലെ എന്റെ ഫേവറേറ്റ് പ്ലേസ്. ഞാൻ അയച്ചത് സ്കൂൾ അങ്ങനെ സ്കൂളും ആണ്. ലൈക്ക് ഞാൻ ലൈക്ക് ഇതർ സ്കൂൾ ലൈക്ക് ആൾക്കാർ ചോദിക്കുമ്പോ യൂഷ്വലി അവർ പറയും എനിക്കിഷ്ടം സ്ഥലം ഏതാ, ബീച്ച് അങ്ങനെയൊക്കെ പറയാ. അതുകൊണ്ട് ഞാൻ ചോദിച്ചു അങ്ങനെയാന്ന്. ഇവൾക്ക് പെരയുടെ മണ്ടയില്. അത് എന്താണെന്ന് എനിക്ക് ഇഷ്ടം പ്ലേസ്. ബട്ട് ആ ടാങ്ങിന്റെ മുകളിൽ ഇരുന്ന കാറ്റും എല്ലാം കാണും. ബട്ട് വീണ കാറ്റല്ല, കാറ്റ് ഞാൻ തന്നെ എത്ര പ്രാവശ്യം പോയി വിളിച്ചിറക്കി കൊണ്ടുവന്നേക്കണു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which two app is my favorite? Yes, app. ഇൻസ്റ്റഗ്രാം ആൻഡ് സ്നാപ്ചാറ്റ്. പിൻട്രസ്റ്റ്. ഒന്ന് പിൻട്രസ്റ്റ്, ഒന്ന് സ്നാപ്ചാറ്റ്. പിൻട്രസ്റ്റും ഇൻസ്റ്റഗ്രാമും. Two definite ആൻസർ ഉണ്ട്. സൂക്ഷിച്ചോ. അമ്മയുടെ ഒരെണ്ണം കറക്റ്റാ. പിൻട്രസ്റ്റ് കറക്റ്റ്. ഇനി ഒരെണ്ണം കൂടി ഉണ്ട്. മറ്റേ വീഡിയോ റെക്കോർഡറാ. Guys, this is too easy. വാട്സപ്പ്. ഞാൻ പറഞ്ഞു ഇൻസ്റ്റഗ്രാമും. ഇൻസ്റ്റാഗ്രാം അല്ല, അവൾ ഓൾറെഡി പറഞ്ഞു. പിൻട്രസ്റ്റ് ഓക്കെ. ഇനി ഏതാ ഉള്ളത്? പിൻട്രസ്റ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. அப்போ நான் பொட்டனா? ഇത്രയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഞാൻ പൊട്ടനാ? ഓക്കെ, സോ ഏത് ആപ്പാ ഞാൻ രാവിലെ ഉറങ്ങി എണീറ്റു തുറക്കുമ്പോ ഏത് ആപ്പാ ഞാൻ ഓപ്പൺ ചെയ്യാം? സ്നാപ്ചാറ്റ്. സ്നാപ്ചാറ്റ്. കാരണം അതിന്റെ സ്റ്റീക്ക് എനിക്ക് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ അത് പോകും. സോ സ്നാപ്ചാറ്റ്. എനിക്ക് അതിനെ കുറിച്ച് ഒന്നും അറിയില്ല. എന്നിട്ടാ സ്നേക്ക് സ്റ്റീക്ക് ബീഫ് സ്റ്റേക്ക് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അത് മാത്രമേ എനിക്കറിയുള്ളൂ. പക്ഷെ ഞാൻ കഴിക്കില്ല ബീഫ്. എന്റെ ഫേവറേറ്റ് ചോക്ലേറ്റ് എന്താ? ഇത് മറ്റേന്തായിരുന്നു? കണ്ടർ ജോയ്. Come on. അതന്നെ കിൻഡർ ജോയ്. Kinder Joy, yeah. കണ്ടർ ജോയ്. And എനിക്ക് മിഠായി, I mean മിഠായി, it's like നല്ല ടേസ്റ്റാ. പക്ഷെ
നീ ടോയ്സിന് വേണ്ടിട്ടല്ല വാങ്ങിക്കണേ. എത്ര മിഠായിയാണ് ഇപ്പൊ ഈടായിട്ട് വാങ്ങിച്ചേക്കണം നമ്മള് കിൻഡർ ജോയ്. അപ്പൂപ്പനെ കൊണ്ട് തന്നെ ഒരു 10 പ്രാവശ്യം അതെന്ത് വെച്ചാ മറ്റേ മിന്നിയുടെ കളക്ഷൻ വന്നു, സ്പൈഡർമാൻ്റെ വന്നു. സ്പൈഡർമാൻ്റെ എനിക്ക് ഗുവിന്റെ മൈൽസ് മൊറാൽസിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു, ഒരു വില്ലനും കിട്ടിയിട്ടുണ്ടായി. കറക്റ്റ് ഒരു ശരിക്കുള്ള സ്പൈഡർമാൻ ഓടിയിട്ട് നല്ലതായിരുന്നു. അടുത്തത് വേഗം. 8 മണിയാവാറായി. Which app sends me the most notification? Tricky question. Common sense. സ്നാപ്ചാറ്റ്. വാട്സപ്പ്, സ്നാപ്ചാറ്റ്. The YouTube. Think out of the box. ഇൻസ്റ്റാഗ്രാം. Disappointed and reliving. Instagram. Rethinking my life choices. Family link. Bro. ഫാമിലി ലിങ്ക് കാരണം കുറെ ഫാമിലികൾ രക്ഷപ്പെട്ടു എന്ന് എനിക്കറിയാം. ഇല്ല, ഫാമിലികൾ തകർക്കുക ചെയ്യുക. കാരണം അമ്മ ടൈം ലിമിറ്റ് കൊടുത്ത് മിണ്ടാണ്ട് ഇന്ന് പോയി പഠിച്ചേ. നിങ്ങൾ അത് പറയുന്നതിനനുസരിച്ചിട്ട് ഈ ഫാമിലി ലിങ്ക് ഓപ്പൺ ചെയ്ത് ടൈം തരില്ലേ? അതും ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള കാര്യം ശരിക്കും. അതിന് ഫാമിലി ലിങ്ക് വേണ്ട, അതിന്റെ ആവശ്യമില്ല. പ്രൊട്ടസ്റ്റും ചെറിയ കുട്ടികൾക്ക് ഫാമിലി ലിങ്ക്, നോ ഗാഡ്ജറ്റ്സ്, ഞാൻ ശരി അൺകൺട്രോളബ്ലി. എവിടെയാണാവോ? അങ്ങനെ ഞാന് ഹായ് പറയും. നോ ഒഫൻസ് അല്ല, കുട്ടികൾക്ക് അങ്ങനെ ഗാഡ്ജറ്റ്സ് കൺട്രോൾ ഇല്ലാതെ കൊടുക്കാൻ പാടില്ല. അല്ലെങ്കിൽ പിന്നെ അവര് നന്നായിട്ട് യൂസ് ചെയ്യുന്ന കുട്ടികളായിരിക്കണം. അപ്പൊ നേരത്തെ എന്താ മൈക്ക് വർക്ക് ആവാണ്ടിരുന്നാണോ? ഞാൻ ഒന്നും കൂടി നോക്കട്ടെ വർക്ക് ആവുണ്ടോ എന്നുള്ളത്. ബാക്ക് ഓൺ സ്റ്റേജ്. Okay. Yeah. Would I rather stop dancing or stop singing? Stop dancing. എനിക്കതാ തോന്നണം, ഡാൻസിങ് ആയിരിക്കും നിർത്തുക. കാരണം നിനക്ക് സിംഗിങ്ങും പാട്ടും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. മറ്റേ ഒരു വീഡിയോ കാണുന്നുണ്ട്, അതായത് നമ്മള് ചെവിയിൽ വെച്ചിട്ട് പാടുമ്പോ അതേ പാട്ടാന്ന് തോന്നും, പക്ഷെ പുറത്ത് കേൾക്കണ ആൾക്കാര് അല്ല. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിനക്ക് എന്താ ഇംഗ്ലീഷ് പാട്ടുകൾ ഇത്ര ഇഷ്ടം? എന്താ മലയാളം കേൾക്കാത്തെ? ഞാൻ മലയാളം കേൾക്കും, പക്ഷെ എനിക്കറിയാൻ പറയാൻ ഓണക്കമുന്തിരി കരിക്കെ കരിക്കെ മലക്കുവാണ ചുങ്ങുച്ച മതി മതി, പാട്ടെന്നെ നശിപ്പിച്ചു. നിങ്ങൾ രണ്ടും തെറ്റാ. I'd rather stop singing than stop dancing. Oh Yes, bro. my god, Disappointed in you guys again. സോറി. നോക്ക്, റാക്കിന്റെ ചേട്ടൻ ഹായ് എന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. വീണ്ടും ജോയിൻ ചെയ്യണമെന്ന് ചോദിക്കാനായിരിക്കും. Oh, okay. എന്റെ ഫേവറേറ്റ് സബ്ജക്ട് ഏതാ? ഇംഗ്ലീഷ്. കൈവക്കില്ല, ഇംഗ്ലീഷ്. ശരി, എന്റെ ഏറ്റവും ഇഷ്ടമില്ലാത്ത സബ്ജക്ട് ഏതാ? അത് ഫിസിക്സ് ആയിരിക്കും. ഗ്രാവിറ്റി അല്ല, മാത്തമാറ്റിക്സ്. ഭൂഗോളത്തിന്റെ ഓരോ സ്പന്ദനവും കണക്കിലാണ്. വിത്തൗട്ട് മാത്തമാറ്റിക്സ് ഭൂമി വെറും ഒരു വട്ട പൂജ്യം. അല്ലേ? മാത്സ് ഇഷ്ടല്ലോ? അയ്യോ, എനിക്ക് എന്ത് ഇഷ്ടം മാത്സ്. മാത്സിന് എന്താണ് പ്രശ്നം? ഇതാണ് പഠിക്കാത്തത് പ്രശ്നം. ലൈക്ക് ഞങ്ങളുടെ റിലേഷൻഷിപ്പ് വെരി കോംപ്ലിക്കേറ്റഡ്. എനിക്ക് മാത്സിന് അല്ലേ? ഇല്ല, ലവ് ട്രയാങ്കിൾ. നോ, നോട്ട് ലവ് ട്രയാങ്കിൾ. മാത്സും എനിക്കും ലൈക്ക് വെരി ഗുഡ് ഫ്രണ്ട്സ്. ഞാൻ മാത്സിന് ഇടയ്ക്ക് പഠിക്കും, മാത്സ് എന്നെ ഇടയ്ക്കിടയ്ക്ക് പഠിപ്പിക്കും. സോ അത് പക്ഷെ എന്ത് പറ്റുന്ന, എനിക്ക് മാത്സിന് ഇഷ്ടം വൺ സൈഡ് ലവ് എന്ന് മാത്രം. മാത്സിന് തന്നെ ഇഷ്ടമല്ല, കാരണം അത്ര ഫോർമുലാസ് കുറിച്ചുള്ള അവസാനം A+B A×B ആവും. ഒന്നുമല്ല, അത് പ്രാക്ടീസിന്റെ കുറവാ. ഞാൻ ടീച്ചറോട് സംസാരിക്കുന്നുണ്ട്, പ്രാക്ടീസ് ചെയ്യില്ലേ ഇപ്പൊ നമ്മൾ എനിക്ക് ബാക്ക് വരാണ് ചാട്ടിയുണ്ട്. ശരി, നെക്സ്റ്റ് മൂവ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എനിവേസ്, മൂവിങ് ഓൺ എന്നാ മൂവിങ് ഫോർവേഡാ? മൂവിങ് ഫോർവേഡ്. യാ, സ്റ്റാർട്ട്. എനിക്ക് ബ്രോ ചിൽ. സോ എന്റെ ഫേവറേറ്റ് ജോൺറേ എന്താ? എനിക്കറിയാം, എന്തോന്നാൾ പറയണ്ടായിരുന്നു. ലവും കോമഡി. കോമഡിയും എന്താ എന്തൊരു പേര് പറയല്ലോ? റോംകോം. റോംകോം, അതന്നെ. ലാസ്റ്റ് പോയിന്റ് പറയണ്ട, ആരെ വിന്നർന്ന് മാത്രം പറഞ്ഞാൽ മതി. ഓക്കെ ഓക്കെ, വേഗം വേഗം, എനിക്ക് ഫുഡ് ഉണ്ടാക്കണം. വേഗം വേഗം. എന്താ പറഞ്ഞേ? കൗണ്ട് ആവില്ല അത് കാരണം നേരത്തെ മാർക്ക് എടുക്ക, ഇത് എടുക്കാൻ പറ്റില്ലല്ലോ. എടുക്കോ? മാർക്ക് ചെയ്യണം കൂടി ഇല്ല ഒന്നും. ഞാൻ ഓർത്ത് വെച്ച. ഓക്കെ, വേഗം. അതിപ്പോ ചാർജ് കഴിഞ്ഞ് ഓഫ് ആവും.
ഇത് നിങ്ങൾക്ക് അറിയാം, പക്ഷെ ഫാസ്റ്റ് വൺ ആൻസേഴ്സ് ഇത് നമ്മൾ ഐ തിങ്ക് ഇൻക്ലൂഡ് ചെയ്യും, പക്ഷെ ഇത് കട്ടായി പോയി. എന്റെ ക്രഷിന്റെ ഇനീഷ്യൽ എന്താ? നീയാ? ഏതാ? ഇതല്ലേ മറ്റേത് ആരാ ഫസ്റ്റ് കൈ തൂക്കിയേ? അമ്മ. പിന്നെന്താ അമ്മയ്ക്ക് Like, എല്ലാത്തിനും വേറൊന്നല്ല, നിന്റെ ഫ്രണ്ട്സ് കേൾക്കുമ്പോ എനിക്ക് നടക്കടായതുകൊണ്ട് ഞാൻ പറയാം. ഇത് ലീഗലാട്ടാ. എല്ലാ ക്വസ്റ്റ്യനും കിത്തോമ്മ ഞാൻ ഇത് 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 പക്ഷെ ഇതുകൊണ്ട് അവർ നാണിക്ക ഞാൻ പറയണോ വേണ്ടി പറയണോ. ഓരോ വർഷം ഓരോ ഇനീഷ്യൽ മാറിക്കൊണ്ടിരിക്കാനുള്ള ഒരു സാധ്യത ഉണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ. നീ എന്റെ ഇനീഷ്യൽ മാറി അത് നമുക്ക് കണ്ടറിയാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത്രേ ഉള്ളൂ. ഇനി നിങ്ങളുടെ ഇന്റർവ്യൂ എന്ത് സ്റ്റാർട്ട് ചെയ്തു? അമ്മ സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് 5 ക്വസ്റ്റ്യൻ കിത്തു ചോദിച്ചോ. അമ്മ സ്റ്റാർട്ട് ചെയ്താൽ മതി. പൂണ്ടടാ, അത് പൊക്കോണ്ടിരിക്കണേ, മുകളിൽ റെഡ് ഇല്ലേ. അമ്മ സ്റ്റാർട്ട് ചെയ്തോ? ആ ഞാൻ ചോദിക്കാം. നിത്തുവിന് പോവാൻ ആഗ്രഹമുള്ള ഒരു സ്ഥലം, അതായത് ഒരെണ്ണം പറഞ്ഞാൽ മതി. സ്ഥലം അതായത് ടൂറ് പോലെ, അതാ ഞാൻ ഉദ്ദേശിക്കുന്നത്, അല്ലാതെ വെറുതെ പോയി ഇങ്ങനെ ഒരാളെ കാണാനല്ല. ഐ തിങ്ക് എനിക്ക് രണ്ടുണ്ട്, ഞാൻ രണ്ടും പറയാം. എനിക്ക് ആക്ച്വലി പാരീസ് പോകണം എന്നുണ്ട്. ഐഫിൽ ടവർ. കാരണം എൻ്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് സീരീസ് മറ്റേ മിറാക്കുലസ് ലേഡി ബഗ് ആയിരുന്നു. സോ അന്ന് കണ്ട് എനിക്ക് പോകണം എന്ന് ആഗ്രഹമുണ്ട്. ഇറ്റ്സ് ലൈക്ക് ദ സിറ്റി ഓഫ് ലവ് എന്ന് പറയുന്നുണ്ട്. സോ ലൈക്ക് എനിക്ക് പോകണം. പിന്നെ ഐ ഡോണ്ട് നോ ഫോർ സം റീസൺ ഫാഷനും കൂടി. ഓക്കെ പിന്നെ ഐ തിങ്ക് ഐ ഡോണ്ട് നോ, എനിക്ക് പുതിയതായിട്ട് എനിക്ക് പോർച്ചുഗീസ് പോകണം എന്നൊരു ആഗ്രഹമുണ്ട്. പോർച്ചുഗീസ് എന്താ? റൊണാൾഡോ. okay. It will be ironic. So next question please. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കിത്തു ഓർ അമ്മ, ഒരാളെ സെലക്ട് ചെയ്യണം. നിത്തു. കിത്തു ഓർ അമ്മ. നിത്തു. കിത്തു ഓർ അമ്മ, ഒരാളെ സെലക്ട് ചെയ്യണം. എന്നാ ശരി കിത്തു ഓർ നിത്തു പറയാം ഫസ്റ്റ്. കുട്ടികൾക്ക് പറ്റും. കിത്തു ഓർ അമ്മ. അക്ഷര. നീ പോയിടുന്ന്. ആ ചോദ്യം പിൻവലിച്ചു. എന്നോട് ചോദിക്കേ ഓർ എന്താ ഈ കാണിക്കുന്നേ? ശരി, ആ ക്വസ്റ്റ്യൻ വിട്ടു. Okay, sure, good. സ്കൂളിൽ പോണതാണോ ഇഷ്ടം, വീട്ടിലിരിക്കണാണോ ഇഷ്ടം? സ്കൂളിൽ പോകണ ഇഷ്ടം ഫോർ ഷുവർ. വിത്തൗട്ട് ബ്ലിങ്കിങ് ആയി ഞാൻ പറയും. കാരണം സ്കൂളിലാണ് ചിരിച്ച് എന്റെ ഫ്രണ്ട്സിനെ കണ്ട് എല്ലാം. പഠിക്കാനല്ല, അത് ഫാക്ടറാണ്. അപ്പോഴും എനിക്ക് പഠിച്ച് അറിവ് നേടണം എന്നല്ല പറയണേ. ഐ ലവ് ലേണിംഗ്. ഓക്കെ, പക്ഷെ ലൈക്ക് പഠിപ്പിക്കുന്ന രീതി എനിക്ക് അത്ര ഇഷ്ടമല്ല. സ്റ്റിൽ ലൈക്ക് പഠിക്കണം, അത് വേറെ വിഷയമാണ്. നീ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. ലൈക്ക് സ്കൂളിൽ പോയ ഫ്രണ്ട്സ്, ക്രഷ്, ഡ്രാമ എല്ലാം കൂടി ആകുമ്പോൾ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും പോവാൻ. സോ നീ പറയേ എന്താ പറയാന്ന്. 2000 years later. അതെവിടുന്ന്. സോ ഞാൻ എന്താ പറയാൻ വേണ്ടായിരുന്നു കേട്ടോ. എന്താ പറയാന്നേ, ഇതെങ്ങനെ സാധിക്കുന്നതാവൂന്ന് ഞാൻ ചോദിക്കുന്നില്ല. സോ നിന്നെ ഇതിനൊന്നും കൊള്ളുകയില്ലെന്ന് നീ വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് എന്റെ വിജയ. നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള, എപ്പോഴും ഏത് ഉറക്കത്തുനിന്ന് വിളിച്ചെണീപ്പിച്ചാലും കഴിക്കാൻ ഇഷ്ടമുള്ള ഫുഡ് എന്താ? അതായത് ഒരെണ്ണേ പറയാൻ പാടുള്ളൂ. അതായത് എപ്പം തന്നാലും അത് കഴിക്കാൻ ഇഷ്ടാ. അങ്ങനെ ഫുഡ് ഇട്ടാ, അതായത് കഴിച്ചിട്ട് കാര്യമുള്ള കാര്യം. മിഠായി പറയരുത്. മിഠായി ഇല്ല, കാരണം മുമ്പാണെങ്കിൽ ഐ തിങ്ക് ലൈക്ക് നോർമലായിട്ട് ഞാൻ ഒന്നും പറഞ്ഞേനെ. പക്ഷെ ലൈക്ക് ഫുഡ് ഐറ്റം ആയിട്ട് ഇറ്റ് ഡിപ്പെൻസ്. കാരണം ഇടയ്ക്കിടയ്ക്ക് എനിക്ക് സ്പൈസി ആയിട്ട് കഴിക്കാൻ തോന്നുന്നു, ഇടയ്ക്കിടയ്ക്ക് സ്വീറ്റ്, ഇടയ്ക്കിടയ്ക്ക് ഒന്നും. മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ. ശരി, ഇന്ന് രാത്രി എന്ത് കഴിക്കാനാ തോന്നണേ?
എന്നാലും അങ്ങനെ എന്തോ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അവസാനം നിങ്ങൾക്ക് വേറെ വല്ല ക്വസ്റ്റ്യൻസ് ഉണ്ടോ ട്രൂത്ത്ഫുൾ ആയിട്ട് ഞാൻ ആൻസർ ചെയ്യാൻ പറ്റുന്നത്? വേഗം ചിന്തിച്ചു. ഇത് ലക്കി ടിക്കറ്റാ. ഞാൻ ചോദിക്കാം, 10th ഞാൻ ഒന്നും പറയില്ല, അച്ഛൻ ഓഫർ തന്നിട്ടുണ്ട്, അതെന്താണെന്ന് ഞാൻ പറയില്ല, അത് കിട്ടുമില്ലേ? യെസ് കിട്ടും, യെസ് പറഞ്ഞ പോലെ ചെയ്യും, Yes. പഠിക്കും. യെസ്. എനിക്കത് മാത്രം കേട്ടാൽ മതി. എന്റെ എല്ലാ പ്രശ്നവും സോൾവ് ആയി. താങ്ക് യു സർ, താങ്ക് യു മാഡം. എന്നാ നടിപ്പ് നടിക്கிறாங்க. ആരാ ചേച്ചേ? അപ്പൊ നമുക്ക് വീഡിയോ അപ്പോ നമുക്കിനി വേറൊരു വീഡിയോ ആയിട്ട് വേഗം കാണാം. Say yes to ഈ അപ്പൊ കിത്തുവിന്റെ അടുത്ത് യെസ് പറയാൻ പോലെ ചേച്ചി. It's my time to Okay, shine. ശരി, ഓക്കെ. അപ്പോ Love you guys. ബൈ.